ഗാന്ധി വിചാരധാരയുടെ ആഭിമുഖ്യത്തിൽ ചെറായി രാമോർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ നടത്തിയ കവിയരങ്ങിൽ പി.ജി. സുബ്രഹ്മണ്യൻ ഇനി ഞാൻ വണങ്ങട്ടെ എന്ന സ്വന്തം കവിത അവതരിപ്പിക്കുന്നു. എന്നെ പഠിപ്പിച്ചു ഗുരുക്കന്മാർ നന്മകൾ മാത്രം ചെയ്യാൻ, തിന്മകൾ തിരസ്കരിക്കാൻ. പിന്നെ മഹാഗുരു ശ്രീനാരായണനെ ഉൾക്കൊണ്ടു സ്വയം നന്മകൾ അറിഞ്ഞു വർത്തിക്കുവാനും പഠിച്ചു ഞാൻ. പണ്ടു നമ്മുടെ പൂർവികരുടെ മനസ്സിൽ ആരോ വിരിച്ച ജാതി ചിന്തതൻ വിത്തു മുളച്ചു തഴച്ചിന്നും നിൽക്കുന്നു. വിഗ്രഹവഞ്ചനം കൊണ്ട ചിന്ത തകർക്കാൻ എളുപ്പം കഴിയില്ല എങ്കിൽ നിരുപദ്രവ വിഗ്രഹങ്ങളെ വെറുതെ വിടരുതോ. മനുഷ്യ ജില്ലയിൽ അപാര വിടവുകളേൽപ്പിച്ചു മരിച്ചുപോയെത്രയോ ആദർശധീരരാം വേദാന്ത ചിന്തകരും എഴുത്തുകാരും. ദൈവങ്ങളും തത്വജ്ഞാനികളും നമുക്കു നന്മകൾ മാത്രം ചെയ്തു, നാമോ അവരുടെ പ്രതിമകളും ലേഖനങ്ങളും നശിപ്പിക്കുന്നു. എന്റെ തലച്ചോറിൽ അംബേദ്കറും രക്തത്തിൽ അയ്യൻകാളിയും ഹൃദയം ശ്രീഗുരുവും ശ്വാസകോശം നബിയും കരളിൽ ക്രിസ്തുവും വാഴുന്നു. ആർക്കും അന്യരായി നിന്നിടാതെ പരസ്പരം ഒന്നു ചേർന്നു ജീവിക്കുന്നതല്ലേറെ മെച്ചം. സുനാമിയും ഭൂകമ്പവും ചുഴലിയും വരുമ്പോൾ മാത്രം കൂട്ടപ്രാർത്ഥന നടത്തിയാൽ ദൈവം കടാക്ഷിക്കുമോ? പ്രപഞ്ചത്തിലാകെ കണ്ണോടിച്ചാൽ നമുക്ക് ദർശിക്കാം കൊല്ലുന്നവരെയും കൊല്ലിക്കുന്നവരെയും ദൈവം ഒന്നിച്ചു തീർക്കുന്നത്. കാമത്തിൻ പേരിൽ അന്യരെ വധിക്കുന്നു. ബന്ധങ്ങൾ വഴിവിട്ട് ചരിക്കുമ്പോൾ ഭാരത സംസ്കാരം തീവ്രമായി മാറുന്നു, അറയ്ക്കുന്നു. ധനത്തിനായി അമ്മയെ കൊല്ലുന്നു, അച്ഛനെയും കേവലമൊരതിർത്തി തർക്കത്താൽ പരസ്പരം വെട്ടിമരിക്കുന്നു. കൈവിട്ടുപോയ ആത്മബന്ധങ്ങൾ തിരക്കി ഞാൻ ഡോക്ടറെ ചെന്നുകണ്ടു തിരക്കി. അവ കൂട്ടിയിണക്കുവാനുള്ള വഴി തേടി. അംബേദ്കർ ചൊല്ലി, മകനെ നീ നിന്നെ ഊതിക്കാച്ചുക, സഹനവും സ്നേഹവും നിന്നിൽ തന്നെയാണെന്ന് നീ അറിയുക. അനന്തരം ശ്രീനാരായണനെയും നബിയെയും ക്രിസ്തുവിനെയും കണ്ടു. അവരും പ്രഥമാചാര്യന്റെ ഉപദേശം ശരിവെച്ചു. സ്വന്തമല്ലാതെന്തും വശത്താക്കാനൊരുങ്ങുമ്പോൾ എത്രേ ബന്ധവും സ്നേഹവും നശിച്ചു പോകുന്നതെന്ന്. താഴേക്കു ജലം ഒഴുകുന്ന പോലെ നമ്മെ വലിയോർ സ്നേഹിക്കണമോ? മലമുകളിലേക്കുള്ളിലെടുത്തും ജലം പോലെ നാമും സ്നേഹിച്ചിടണം. നാളെ എന്നൊരു ദിനം പിറക്കണമെങ്കിൽ സൂര്യൻ ഉദിച്ചു തന്നെയാകണം. നാളെ നമുക്ക് വേണം, പക്ഷേ സൂര്യനെ ഉദിപ്പിച്ചിടാനാകുമോ? അന്യനെ ആശ്രയിക്കാതെ സ്വന്തമായവരും പണിയെയ്തു ജീവിക്കാൻ ബുദ്ധിജീവികളാം പൂർവികർ തീർത്തതാണീ ജാതി ചിന്ത. എങ്കിൽ ഇനി ഞാൻ വണങ്ങട്ടെ ഈ നൽ വേദാന്ത മൂർത്തികളെ, സ്നേഹിച്ചിടുമ്പോഴേറിയോ ഗുരുദേവ. സ്നേഹത്തിൻ വിലയും ജീവിത മൂല്യവും മണ്ണായി മറഞ്ഞെങ്കിലും ഈ മണ്ണിലോരോ തരികളിലും തത്വമായി നീ വാഴുന്നു. അവനവൻ അല്പസുഖത്തിനാചരിക്കുന്നവ അവരന്നല്പസുഖത്തിനായി വരേണം. ഒന്നിനോടൊന്നേറെ മെച്ചം ജാതികൾ തമ്മിൽ, എന്നെക്കാളേറെ മെച്ചം നീയെന്നങ്ങു ചൊല്ലി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെങ്കിൽ അങ്ങു തന്നുൾക്കാഴ്ച കൊണ്ട് ഭാരതം ഇന്നെവിടെ. ജാതിമത ദോഷമില്ലാതേവരും തീ കൊണ്ട് അന്യനെ ദഹിപ്പിച്ചവർ ഒരു നാൾ ആ തീയിൽ തന്നെ വെന്തുരുകുമെന്നോർക്കണം. അമ്മ സഹോദരിമാരുടെ നഗ്നത കണ്ടു രസിക്കുന്ന വൃത്തികെട്ട നീചരയല്ലേ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയത്. കണ്ടും കേട്ടും മിണ്ടാതിരുന്ന ഭരണത്തലവന്മാർ എന്തു ജന്മവേദെന്നോർത്തു നാം കേഴുക സോദരേ. അതിനാൽ ഇരുത്താൻ പ്രാർത്ഥിക്കാം. എന്തും വ്യഭിചരിക്കപ്പെട്ടും മൺമറഞ്ഞ സോദരേ, എല്ലാം നടന്നതീ ഭാരതാംബതൻ നെഞ്ചിലല്ലേ ഓർക്കുക.